കൊല്ലുന്ന മനുഷ്യന് നല്ല ജീവൻ പോയി. അയ്യേ പേടിച്ചേ പേടിച്ചേ. കൊല്ലുവോ മനുഷ്യനെ കൊല്ലുവോ? എന്റെ മീനൂട്ടി ചത്തില്ലെന്നേ ഉള്ളൂ. എന്താ നാടി ഇവിടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞോ? ഒന്നും കാണുന്നില്ലല്ലോ. എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. എന്താണ് എവിടെ ഒരു ബഹളമൊക്കെ? ശരാ എവിടെയായിരുന്നു? ഒന്നും പറയാനടാ, കുറച്ച് പണിയിലായിപ്പോയി. നമ്മുടെ ഗ്യാങ്ങിനെ കാണാൻ കിട്ടുന്നില്ല. എല്ലാരും കൂടി ഒന്ന് ഒത്തുകൂടിയിട്ട് വേണം രണ്ട് വർത്താനം പറയാൻ. അതെ അതെ. എന്താടോ ഇവിടെ എന്നെ വിളിക്കാണ്ട്? എന്റെ പൊന്നോ, ആരും വിളിച്ചിട്ടില്ല. എല്ലാരും തന്നെ വലിഞ്ഞു കയറി വന്നേക്കുന്ന. ഞാനങ്ങ് പേടിച്ചു പോയി. എല്ലാരും ഉണ്ടല്ലോ. എന്താ എല്ലാരും കാണാണ്ട് പഠിച്ചോണ്ട് വന്നേക്കുവാണ്. മനുഷ്യനെ സൗകര്യം കിട്ടാൻ. എന്താ വാസിച്ചായ? ഒന്നുമില്ലടി, എല്ലാരും ഒരേ ചോദ്യം തന്നെ ചോദിക്കണം. അങ്ങനെ പിള്ളേരെ ഇങ്ങോട്ട് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അയ്യോ എന്തൊരാകാംക്ഷ. പഠിത്തത്തിലല്ലാടി ഒന്നും. പറ വാസിച്ചായ അങ്ങോട്ട്. അത് പിന്നെ നമ്മുടെ അമ്മിണി വളവിന്റെ ഒരു രഹസ്യമില്ലേ? ഹലോ ഗൈസ്, എന്താ പരിപാടി? പരിപാടിയൊന്നുമില്ല, നീ ഒന്ന് നോക്കേ. ഞങ്ങൾക്ക് കുറച്ച് രഹസ്യങ്ങൾ പറയാനുണ്ട്. ഞാനോട് കേക്കട്ടെന്നേ, പറയുന്നേ. നിന്നോട് പറയാൻ പറ്റിയതൊന്നുമില്ല. വിട്ടോ വിട്ടോ. എന്തിനാണോ അവനെ പറഞ്ഞ? അവൾക്ക് വിഷമായി കാണൂലേ? പിന്നെ എല്ലായിടത്തും അവള് വലിഞ്ഞേറി വന്നിട്ടുണ്ടല്ലോ. എനിക്ക് തീരെ പിടിക്കുന്നില്ല. എന്നാലും അങ്ങനെ പറയണ്ടായിരുന്നു വാസു. അതെ, സാരിയില്ല. എനിക്ക് എന്തോ പോലെ അവളെ കാണുമ്പോ. ഇതിറ്റങ്ങൾ എന്താണ് ഈ പറയണേ? കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. ഈ കാര്യം പറ വാസു. ഈ അമ്മിണി വളവിന്റെ കഥയെ അതങ്ങ് പറഞ്ഞാലോ ഇവിടെ? നമുക്ക് എന്തായാലും അടികിട്ടാനൊന്നും പോണില്ല. നമ്മളെ ഒരു നല്ല കാര്യം ചെയ്തേ. അത് നമുക്ക് ആലോചിക്കുന്നുള്ളൂ കേട്ടോ. അതെ അതെ, ഇനിയിപ്പോ അത് ആരോടും പറയാൻ നിൽക്കണ്ട. പറയുമ്പോ എല്ലാം കൂട്ടി ഒരുമിച്ച് പറഞ്ഞാൽ മതി. അതെ, ഇനി ഒന്നും രണ്ടും പറഞ്ഞ് വേറെ കഥയാക്കേണ്ടത്. ഇവറ്റകൾ ഇത് എന്തിൻ്റെ കഥയാണ് പറയണേ? ഇവറ്റകളൊക്കെ നല്ല കൂട്ടാണല്ലോ. എല്ലാത്തിനും പിരിച്ചു കൊടുക്കണം, എങ്കിലേ ഒരു സമാധാനമുള്ളൂ. അങ്ങനെയെങ്കിൽ അങ്ങനെ പാടി, നമുക്ക് ആ മരത്തെ ഇരിക്കാം. അയ്യോ, ഇങ്ങോട്ട് വന്നണ്ടല്ലോ. പോയേക്കാം. ആരാ ഈ മരം മുറിച്ചത്? ഒരു മരം മുറിച്ചാൽ 100 മരം നടണമെന്നല്ലേ?